ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈഡർ പ്ലാന്റിൻ്റെ കെയർ, അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഒരു വീഡിയോ ആണ്. സ്പൈഡർ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് പോട്ടിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും, അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ അത് വെച്ച് കൊടുത്തത് പോട്ടിലാണ്. നമുക്കിവിടെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെറിയൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് പോട്ടാക്കി സെറ്റ് ചെയ്തിട്ട് ഹോളുകളൊക്കെ ഇട്ടിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു. ഇതിൽ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവാറുണ്ട് വെളുത്തിട്ട്. പിന്നെ അതിൽ നിന്ന് ഓരോ തൈ ആയിട്ട് പുതുതായിട്ട് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. പൂക്കളെക്കാട്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം തന്നെ ഇതിൻ്റെ ലീഫിന് തന്നെയാണ്. ഇത് നമ്മൾ വേറെ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു ഗ്രാസ് ടൈപ്പ് പുല്ലിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് വെച്ച് കൊടുത്തതാണ്. പല രീതിയിൽ നമുക്ക് മനോഹരമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ വേറെ രീതിയിൽ സെറ്റ് ചെയ്താണ്. വൈറ്റ് ലില്ലി പ്ലാന്റിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മൾ വേറെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മളൊരു കുറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓർക്കിഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഡാൻസിങ് ലേഡി ഓർക്കിഡാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തതാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റിന്. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വളരെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ തൈകളൊക്കെ പെട്ടെന്ന് കിളർത്ത് വരികയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇലേൻ്റെ ഒരു ഭംഗി കൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുത്ത് ഡെക്കറേറ്റീവ് പ്ലാന്റായി നമ്മുടെ ഗാർഡനെ മനോഹരമാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മുടെ പോട്ടിലുള്ള ഈ ഒരു പ്ലാന്റിന് നമുക്ക് എങ്ങനെ വളപ്രയോഗം ചെയ്യാമെന്നൊന്ന് നോക്കാം. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ പോട്ടിൽ കിടക്കുന്ന ഒരു സ്പൈഡർ പ്ലാന്റ് ആണ്. ചെറിയൊരു തൈ ആയിട്ടായിരുന്നു നമ്മൾ നട്ടത്. ഇപ്പം ഒരുപാട് ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ ആയി നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ട്. അപ്പം ജസ്റ്റ് കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ടുള്ളൊരു മിശ്രം നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ചേല നന്നായി നോക്കിയെടുത്ത് ഈ അടിഭാഗത്തുള്ള മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം പുതുതായിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്ത് കിട്ടുന്നതാണ്. ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓരോ വളം ചേർക്കുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന കൂടി ഒരു ചെടിയാണ്. ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്തിയെടുത്ത് കുറഞ്ഞ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ ഇലേൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ലീഫിൻ്റെ ഭംഗി കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീഫൊക്കെ നനച്ചു കൊടുക്കുന്നത് ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സഹായിക്കും. പല വെറൈറ്റിയും നമുക്ക് സ്പൈഡർ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല വലുപ്പത്തിലുണ്ടാകുന്ന ഒരു സ്പൈഡർ പ്ലാന്റ് ആണിത്. പലതിനും പല പേരുണ്ടെങ്കിലും നമുക്കിപ്പോൾ അങ്ങനെ പേര് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് നട്ടുകൊടുക്കുന്നതൊന്നുമല്ല. നമ്മൾ ഓരോ കളക്ഷൻ കാണുമ്പോൾ കുഴിച്ചിടുന്നതാണ്. എല്ലാ സ്പൈഡർ ഭാഗത്തിൽ പെടുന്നതാണെങ്കിലും ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് പേരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതിൽ നിന്നും ഒരു വെറൈറ്റിയാണ്. ഒരു മഞ്ഞയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. പച്ച ബോർഡർ ആയിട്ട് വരികയാണ്. നേരത്തെ നമ്മൾ കണ്ടത് പച്ച ലീഫിൽ വെള്ള ബോർഡർ ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ടത് ഇത് നേരത്തെ കണ്ടതിൽ നിന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വൈറ്റ് ബോർഡറാണ് ഇതിൻ്റെ നടുവിൽ വരുന്നത്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് പച്ച ബോർഡറാണ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട വെറൈറ്റി തന്നെയാണ്. അത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ വെച്ചത്. കോക്കനട്ട് ഷെല്ലാണ് ഇതിന് പോട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പല രീതിയിലും ചെയ്യാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ് ഈ സ്പൈഡർ പ്ലാന്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ടിപ്സൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.